ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ കിടന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ദിവനെ പൂട്ടാൻ വേണ്ടി രാഗിന് ദിവൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ദിവനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഡാൻസ് കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ വേഷത്തിൽ തന്നെയാണ് പുള്ളി നിൽക്കുന്നത്. രാഗിനി വന്ന് കയറിയിട്ട് രാഗിനി പറയും നിവിനെ വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടാവാൻ നോക്കണം. അപ്പോൾ നിവിൻ പറയും ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ രാഗിനി, നിനക്ക് എന്താ വേണ്ടത്, എന്താ കാര്യം എന്ന് വെച്ച് പറ. അപ്പോൾ രാഗിനിക്ക് പരാതിയാണ്, ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ല, എന്നെ അന്വേഷിച്ച് വരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നീ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് പരാതിയാണ്. അപ്പോൾ നിവിൻ പറയും നീ ഒന്ന് പുറത്തിറങ്ങുക, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് രാഗിണീനെ പുറത്താക്കുകയാണ്. അപ്പോൾ ഇതേ സമയം രാഗിണിക്ക് രാഗിണിയുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാഗിണി പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചു, ഇനി വിവാഹം കഴിഞ്ഞ് ഹണിമൂണും കഴിഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ ഹണിമൂണും പോയതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഇന്ത്യയിൽ കാലുകുത്തുള്ളൂ, അത്രയും കുറേ പ്ലാനുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ രാഗിണി വലിയ പ്ലാനിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ നിവിൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് രാഗിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നിവിൻ ചോദിക്കുക എന്താ നിൻ്റെ അജണ്ട, എന്താ നിനക്ക് ആവശ്യം എന്താണെന്ന്. അതൊക്കെ ഞാൻ വഴിയെ പറയാം, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നിവിനെയും കൂട്ടിയിട്ട് രാഗിണി താഴത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ നിവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ടെൻഷനാണ്. ഇവർ ഇത്ര നേരമായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് കാണാനില്ലല്ലോ, ഇവനതിലെ ഗുരുത്തൊക്കെ ഒപ്പിക്കുക, ഇവനെയാണ് പേടി, രാഗിണിയെ പേടിയില്ല. ഇവനെ പേടിച്ചിട്ടിരിക്കുകയാണ് രാജേശ്വരിയും ഭർത്താവും. അപ്പോൾ രാജേശ്വരിയുടെ ഭർത്താവ് പറയുന്നുണ്ട്, നിവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അവനെ എന്താ ഇങ്ങനെ, അവൻ്റെ സ്വഭാവം ഇങ്ങനെ, രാഗിണീനെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരും വിഷമിച്ചിട്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് രാഗിണി നിവിനെയും കൊണ്ട് മോളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറയും ആൻറ്റി ഞങ്ങൾ പുറത്ത് പോവാണ്, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം, ഞങ്ങൾ ഇടയ്ക്കൊന്ന് വിളിച്ച് ശല്യം ചെയ്യരുത് കേട്ടോ. അപ്പോൾ രാജേശ്വരി പറയുന്ന മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം, ഇവിടെ ആരും കഴിച്ചിട്ടില്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുകയാണ് രാജേശ്വരി. വേണ്ട ആൻറ്റി, ഞങ്ങൾ പുറത്തുനിന്ന് കറങ്ങിയിട്ടൊക്കെ കഴിച്ചോളാം, പിന്നെ ഞങ്ങളെ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യരുത്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ നിവിനെ കൂട്ടി പോവാണ്. അപ്പോൾ രാജിക്കും സത്യനും സന്തോഷമുണ്ട് ഇവരിങ്ങനെ ഒരുമിച്ച് പോകുന്നതിൽ. പക്ഷേ നിവിൻ്റെ ഭയമുണ്ട്, കാരണം നിവിൻ എന്താ ഇവളെ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, കാരണം നിവിനെ ഇവളെ കല്യാണം എനിക്ക് ഇഷ്ടമില്ലല്ലോ. അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ സത്യനും രാജേശ്വരിയും പറയും എന്താ നമ്മുടെ മോൻ ഇങ്ങനെ, അവൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ രാജേശ്വരി പറയും ഇതല്ലേ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, അവൻ്റെ സ്വഭാവമൊക്കെ മാറി കുറച്ച് കാലമായിട്ട്. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിവിനും രാഗിനിയും കൂടി ബൈക്കമ്മ കയറണം. ബുള്ളറ്റുമ്പോൾ കയറി പോകുമ്പോൾ രാഗിനി പറയും നീ എന്താ ഒരുമാതിരി വയസ്സന്മാർ വണ്ടി ഓടിക്കുന്ന പോലെ, പണ്ട് നീ എന്നെ ബാക്കിലെടുത്തിട്ട് എന്തോരം സ്പീഡിലാണ് ഓടിച്ചിരുന്നത്, അന്നിങ്ങനെ മേലെ കോരി തെറിക്കുമായിരുന്നു, ഇപ്പോൾ ഒരുമാതിരി കിളവന്മാർ വണ്ടി ഓടിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയാണ് രാഗിനി. അപ്പോൾ നിവിൻ പറയും നീ ഇത് എൻ്റെ ഒരു പാവം ബുള്ളറ്റാണ്, അല്ലാതെ ജെറ്റ് വിമാനം എന്നല്ല, നീ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും, നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എവിടേക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല, നമുക്കൊന്നും ഇവിടെ കറങ്ങാം, കറങ്ങിയിട്ട് നടിച്ച് പൊളിച്ച് തിരിച്ചു വരാമെന്ന് പറയുകയാണ്. അപ്പോൾ നിവിൻ പറയും അപ്പോൾ ലക്ഷ്യമൊന്നും ഇല്ലല്ലേ, ഒരു ലക്ഷ്യവും ഇല്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് ഗംഗ അതിൽ കൂടെ നടന്നു വരുന്നത് കാണുക. അപ്പോൾ ഗംഗ വരുമ്പോൾ നിവിനും രാഗിനിയും കൂടി ബുള്ളറ്റുമ്പോൾ പോകുന്നത് കാണാം. അപ്പം ഗംഗ വിചാരിക്കുമ്പോൾ ഇവൻ ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് കറങ്ങുകയാണല്ലോ, എന്തായാലും കാവേരിയോട് പറയണം, ഇവൻ ഇങ്ങനെ പെൺപിള്ളേരെ കൊണ്ട് കറങ്ങുന്ന ഒരാളാണെന്ന് അവളോട് എന്തായാലും പറയണമെന്ന് വിചാരിക്കുകയാണ് ഗംഗ. അങ്ങനെ നിവിനും രാഗിണിയും കൂടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിവിന് മനസ്സിലാവും രാഗിണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എവിടേക്കും ഒരു പോകാനൊന്നുമില്ല, വെറുതെ ചുമ്മാ കറങ്ങാനാണ് എന്ന് മനസ്സിലാവുമ്പോൾ നിവിൻ എന്തു ചെയ്യും, അവളെ മെല്ലെ കൊണ്ടുപോയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അവൻ മെല്ലെ മുങ്ങും. അപ്പോൾ രാഗിണിക്ക് ആകെ ദേഷ്യം വരും. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ യമുനയും കൂട്ടുകാരിയും കൂടി നടന്നു വരികയാണ് റോട്ടിൽ കൂടെ. അപ്പോൾ യമുന പറയുന്നുണ്ട് ഇന്നലത്തെ സാരിയുടെ കാര്യം എന്നോട് കാവേരി ചേച്ചി കുത്തി കുത്തി ചോദിച്ചു, കാവേരി ചേച്ചിക്ക് അറിയണമായിരുന്നു അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്, നിവിൻ ചേട്ടൻ തന്നതാണോ എന്ന് കാവേരി ചേച്ചിക്ക് ഒരു സംശയമുള്ളത് പോലെ തോന്നി, അല്ലാണ്ട് എന്നോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് യമുന കൂട്ടുകാരിയുടെ അടുത്ത്. അപ്പോൾ കൂട്ടുകാരി പറയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ നിവിൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാവേരി ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ യമുനയ്ക്ക് ഒരു സാരി വാങ്ങി കൊടുത്തിട്ടുണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഭാവിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാവേരി ചേച്ചി നിവിനോട് ചോദിക്കില്ലേ നീ എന്താടാ എന്നോടൊരു വാക്ക് പോലും പറയാഞ്ഞത് എന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിവിൻ ചേട്ടൻ ചിലപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാവേരി ചേച്ചിയുടെ അടുത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ യമുന പറയും അയ്യോ കാവേരി ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ ഈ കാര്യം. അപ്പോൾ കൂട്ടുകാർ പറയും അറിയാനാണ് കൂടുതൽ സാധ്യത, കാരണം എന്തായാലും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിവിൻ ചേട്ടനും കാവേരി ചേച്ചി ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, നിവിൻ ചേട്ടൻ തീർച്ചയായും കാവേരി ചേച്ചിയുടെ അടുത്ത് പറയാൻ തന്നെയാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യമുന പറയും പിന്നെ എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്, അതായത് ഡ്രസ്സ് വാങ്ങിയ കാര്യമോ ഡ്രസ്സ് എങ്ങനെ കിട്ടിയ കാര്യമോ അത് മടക്കി കൊടുക്കേണ്ട കാര്യമൊക്കെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നില്ല, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ചേച്ചി സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ചേച്ചി അങ്ങനെ ഒരിക്കലും ചോദിക്കില്ലല്ലോ. അപ്പോൾ കൂട്ടുകാർ പറയും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കാവേരി ചേച്ചിക്ക് നിവിൻ ചേട്ടനോടൊരു ഇഷ്ടം ഉണ്ടാവുമെന്നാണ്, അപ്പോൾ നിൻ്റെ പ്രേമം പൊളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കും.
കാരണം നീ ഇപ്പോൾ നിന്നോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പ്രേമം പൊളിക്കുക എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം, നീ ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ ചേരില്ല. രണ്ടാമത്തെ കാര്യം, നീ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. ഈ പഠിക്കേണ്ട പ്രായത്തിൽ പ്രേമിച്ച് നടന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതും പറഞ്ഞ് നിൻ്റെ പ്രേമം പൊട്ടിക്കാനായിരിക്കും സാധ്യത എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞു, അങ്ങനെയാവുമോ? യമുനയ്ക്ക് അപ്പോൾ പേടി, എൻ്റെ പ്രേമം പൊട്ടിക്കുമോ എന്നുള്ള പേടിയിലാണ് യമുന നിൽക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അവർ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ മുൻപിൽ കൂടെ നിവിൻ പോകുന്നുണ്ട്. അങ്ങനെ നിവിൻ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കും നിവിൻ യമുനേനെ കാണുക. യമുനയും യമുനയുടെ കൂട്ടുകാരും കൂടി നിൽക്കുന്നത് കാണാം. അപ്പം നിവിൻ അതുപോലെ തിരിച്ച് വന്നിട്ട് യമുനയോട് ചോദിക്കും, എന്താ യമുനെ, സാധാരണ ഇന്നും കുറേ പേരെ കാണാറുണ്ടല്ലോ ബസ് സ്റ്റോപ്പിൽ, ഇന്നെന്താ നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യമുന പറയും, ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. അപ്പം നിവിൻ ചോദിക്കും, ബസ്സുണ്ടോ ഇപ്പോൾ, ബസ്സിലാണോ പോകുന്നത്? അപ്പോൾ യമുന പറയും, ബസ്സുണ്ട്, ബസ്സൊക്കെ ഉണ്ട്, ഇപ്പോൾ വരും ബസ്. അല്ല, ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കി തരാം, ബൈക്കുണ്ടല്ലോ, ബൈക്കിൽ വേണമെങ്കിൽ നിന്നെ കോളേജിൽ കൊണ്ടാക്കി തരാം, ബസ്സിൽ ഇനി വരില്ലെച്ചെങ്കിൽ എന്ന് പറയുകയാണ്. അപ്പോൾ യമുന പറയും, വേണ്ട വേണ്ട, ബസ്സൊക്കെ ഉണ്ട്, ഞാൻ ബസ്സിന് പൊക്കോളാം എന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ബസ് വരണവരെ ഞാൻ നിങ്ങൾക്ക് കമ്പനി തരാം എന്ന് പറഞ്ഞ് നിവിൻ ആ ബൈക്കുമെന്ന് ഇറങ്ങാൻ ശ്രമിക്കും. അപ്പോൾ യമുന പറയും, വേണ്ട വേണ്ട, നിവിൻ ചേട്ടൻ പൊക്കോളൂ എന്ന്. ഉറപ്പല്ലേ, എന്നാൽ ഞാൻ പോട്ടെ, ശരി എന്ന് പറഞ്ഞ് നിവിൻ വണ്ടി ഓടിച്ച് പോകണം. അപ്പോൾ യമുനയുടെ കൂട്ടുകാരി പറയും, കണ്ടോ, നിന്നെ ശ്രദ്ധിച്ചത് കണ്ടോ, സാധാരണ നിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടെന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം നിവിൻ ചേട്ടൻ നിന്നെ ശ്രദ്ധിക്കേണ്ടെന്നല്ലേ. അപ്പോൾ ഇതത് തന്നെയടി എന്ന് പറയുകയാണ്. അപ്പോൾ യമുന പറയും, അത് ഞാനും ശ്രദ്ധിച്ചു, എന്നോട് അങ്ങനെ പറഞ്ഞത്, കുറേ കൂട്ടുകാരുണ്ടാവാറുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാനും ശ്രദ്ധിച്ചു, അതിൻ്റെ അർത്ഥം നിവിൻ ചേട്ടൻ എന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന് തന്നെയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ എനിക്കൊരു ഭയമുണ്ട്, ഇത് സംഗതി അത് തന്നെയാണോന്ന് ഉറപ്പില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാർ പറയും, പിന്നെ അല്ലാണ്ട് നിനക്ക് എങ്ങനെയാണ് അങ്ങേര് എന്തിനാണ് നിവിൻ ചേട്ടൻ പിന്നെ സാരി വാങ്ങിക്കൊണ്ടുവരണത്, നിൻ്റെ പിന്നാലെ എപ്പോഴും ചുറ്റി ചുറ്റി നടക്കുന്നുണ്ട്, നിന്നോട് ബൈക്കുമ്പോൾ കയറി കോളേജിൽ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്, ഇത് അത് തന്നെയാണ്, ഈ ഒരു കാര്യത്തിൽ PhD എടുത്തുള്ള ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് യമുനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് യമുനയുടെ കൂട്ടുകാരി. അങ്ങനെ അപ്പോൾ യമുന വിചാരിക്കും, ഇത് നിവിന് പ്രേമം ഉണ്ടായിട്ട് തന്നെയാണെന്ന് കരുതിയിട്ട് യമുന കുറേ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ഇതേ സമയം നമ്മുടെ ജയപാലനും രാജിയും സത്യേട്ടനും രാജേശ്വരിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ജയപാലൻ പറയും, രാജി, ഇപ്പോഴും നിവിൻ രാഗിണിയെ ഒരു ജോക്കറായിട്ടാണ് കാണുന്നത്, നമ്മൾ കല്യാണം ഉറപ്പിച്ചു, നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കി, സ്വർണ്ണം എടുക്കാൻ ഏർപ്പാടാക്കി, ഡ്രസ്സ് എടുക്കാൻ ഏർപ്പാടാക്കി, എന്നിട്ടും നിവിൻ ഈ കുട്ടിക്കളി മാറുന്നില്ല, നിവിൻ ഇപ്പോഴും കാര്യത്തോടെ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാജേശ്വരി പറയും, അതൊക്കെ ശരിയാവും ഏട്ടാ, മണ്ഡപത്തിൽ എത്തുമ്പോൾ അതൊക്കെ മാറും. അപ്പോൾ ജയപാലേട്ടൻ പറയും, അവൻ ഈ കല്യാണത്തിനോട് അടുപ്പിച്ചിട്ട് അവൻ്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ ഞാനാകെ നാണക്കെടും, എനിക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ രാഗിണിയോട് പറഞ്ഞിട്ടില്ല, രാഗിണിയോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗിണി ചിലപ്പോൾ എന്താ തീരുമാനിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, അവൾ ഇത്രയും കാലം സിൻസിയറായിട്ടാണ് അവനെ സ്നേഹിച്ചത്, അവൾ ബാംഗ്ലൂരൊക്കെ പോയെങ്കിലും തോന്നിയ പോലെ നടക്കാതെ നിവിൻ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് അവൾ നടന്നത്, അങ്ങനെയാണ് ഞാൻ എൻ്റെ മുള വളർത്തിയത് എന്ന് പറയുകയാണ്. അപ്പോൾ രാജി പറയും, ജയപാലട്ട് അങ്ങനെയൊന്നും പറയല്ലേ, അവൻ കല്യാണം വേണ്ടെന്ന് വെച്ച് ഞങ്ങൾക്കും തട്ടുകേട് തന്നെയല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്ന് പറയുമ്പോഴായിരിക്കും അവിടെ നിവിൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിവിൻ പറയും ജയപാലിൻ്റെ അടുത്ത്, അങ്കിള് വന്നിട്ട് കുറേ നേരമായോ, എന്താ അങ്കിളെ ഒരു വിഷമം, ഞാൻ രാഗിണിയെയും കൊണ്ട് ബൈക്കമ്മ പുറത്തു പോയിരുന്നു, പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ സ്ത്രീ സൗഹൃദ യാത്രയില്ലേ, KSRTCയിലൊക്കെ സ്ത്രീകൾക്ക് യാത്ര ഫ്രീ അല്ലേ, അതുകൊണ്ട് ഞാൻ അവളെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു, അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇവൻ അവളെ പാതി വഴിക്ക് ഇട്ടിട്ട് പോന്നിക്കാൻ. അപ്പോൾ സത്യം നിവിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ചോദിക്കും, നിവിൻ നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിവിൻ അത് ഇഷ്ടപ്പെടാതെ നിവിൻ അച്ഛനെ നോക്കി നിൽക്കുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ യമുന കൂടുതൽ നിവിനിലോട്ട് അടുക്കാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങളും കഥയും അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.